കോഴിക്കോട് അധ്യാപകൻ 4ാം ക്ലാസ് വിദ്യാർത്ഥിയെ മർദ്ദിച്ചതായി പരാതി. വേവം LP സ്കൂൾ അധ്യാപകൻ ജംഷീറിനെതിരെയാണ് വളയം പോലീസിന് പരാതി ലഭിച്ചത്. കുട്ടിയുടെ കാലിലെ പാടുകൾ കണ്ട് മാതാപിതാക്കൾ പരാതി നൽകുകയായിരുന്നു. ഇവന് സ്കൂളിൽ പോയതാണ്. ഇവിടുന്ന് തിരിച്ചു വന്നപ്പോഴാണ് ഇവൻ വേഗം കിടന്നുറങ്ങി. പിറ്റേന്നാണ് ഞങ്ങൾ കാണുന്നത്. വൈകുന്നേരം കുളിപ്പിക്കുമ്പോൾ കാലിന് കല, ചോര കല്ലിച്ചൊരു കലയുണ്ട്. അപ്പോൾ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ് മാഷി അടിച്ചതാണെന്ന്. എങ്ങനെ അടിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് പട്ടിക ഉപയോഗിച്ചിട്ടാണ് മാഷ് അടിച്ചത്. ആകാശ് തടത്തിൽ ചേരുന്നുണ്ട് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി. ആകാശ്, പട്ടിക ഉപയോഗിച്ച് ഉള്ളൊരു മർദ്ദനം എന്നാണ് രക്ഷിതാവ് പറയുന്നത്. ഈ അധ്യാപകന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തരത്തിലുള്ള വിശദീകരണം വന്നിട്ടുണ്ടോ? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഈ സംഭവം ഉണ്ടാവുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഈ അധ്യാപകനായ ജംഷീർ ഈ വിദ്യാർത്ഥിയെ വടികൊണ്ട് മർദ്ദിച്ചതിന് പിന്നാലെ തന്നെ ഈ കുട്ടി ഈ വിവരം ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. അധ്യാപകനെ പേടിച്ചിട്ടാണ് ഈ വിവരം പുറത്തു പറയാതിരുന്നത്. പിന്നീട് മാതാവ് കുളിപ്പിക്കുന്നതിനിടെയാണ് കാലിൽ ഈ ചോര കലിച്ച പാട് കാണുന്നത്. അത് ശ്രദ്ധയിൽപ്പെട്ട മാതാവ് കുട്ടിയോട് ചോദിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ കുട്ടി ഈ വിവരങ്ങളെല്ലാം പുറത്തു പറയുന്നത്. അധ്യാപകനായ ജംഷീർ വടികൊണ്ട് കാലിൽ അടിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അതിനുശേഷം ഈ മാതാപിതാക്കൾ ചേർന്ന് കുട്ടിയെ തൊട്ടടുത്തുള്ള നാദാപുരം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും കൂടാതെ ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ ബന്ധപ്പെട്ട് പരാതി രജിസ്റ്റർ ചെയ്യുകയും വളയം പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ കുട്ടി ഈ കാര്യം പുറത്തു പറഞ്ഞിരുന്നില്ല. ഈ കുട്ടിയുടെ കാലിലെ പാട് കണ്ട് വീട്ടുകാരാണ് ഈ കാര്യം മനസ്സിലാക്കുന്നതും പിന്നീട് ഈ കാര്യം പുറത്തു പറയുകയും ചെയ്യുന്നത്. ഇതിൽ പട്ടിക കൊണ്ടാണ് വിദ്യാർത്ഥിയെ അടിച്ചതെന്നാണ് ഈ കുട്ടി രക്ഷിതാക്കളോട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതിലൊരു നിലവിലൊരു വ്യക്തതയില്ല. വടികൊണ്ടാണോ അടിച്ചിരിക്കുന്നത് എന്നൊരു വ്യക്തതയില്ല. ഈ കുട്ടി പറഞ്ഞത് വെച്ച് പട്ടിക കൊണ്ട് കുട്ടിയുടെ കാലിൽ അടിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ ഈ സ്കൂൾ LP സ്കൂൾ വിദ്യാർത്ഥിയാണ്. 8 വയസ്സ് മാത്രമാണ് പ്രായം. ഈ കുട്ടിയെ ഇത്തരം ക്രൂരമായ രീതിയിൽ മർദ്ദിക്കാനുള്ള ഒരു കാരണം അതുകൂടി അറിയേണ്ടതുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതി വളയം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വളയം പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോകും. അധ്യാപകനെ ഉൾപ്പെടെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഈ കുട്ടിയുടെ കാലിലുള്ള പാട് അത് നല്ല രീതിയിൽ അടികിട്ടി. ഈ വടികൊണ്ട് ബലമായി തന്നെ അടിച്ചിട്ടുള്ള പാടുകൾ തന്നെയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഈ കാലിൽ ചുവന്ന പാടുകളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. അതും വ്യാഴാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. ശനിയാഴ്ചയാണ് ഈ കുട്ടിയെ മാതാവ് കുളിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഈ ശ്രദ്ധയിൽപ്പെട്ടത്. അത്രയും ദിവസം ഈ അടിയുടെ ബലത്തിന്റെ ആ പാടുകൾ ആ കാലിൽ ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ ഇവർ ഈ കാര്യം കുട്ടിയോട് ചോദിക്കുകയായിരുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. മാതാപിതാക്കൾ നൽകിയ പരാതിയിൽ ചൈൽഡ് ഹെൽപ്പ് ലൈനും ഈ കാര്യവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളും മറ്റു വിവരങ്ങളും തേടിക്കൊണ്ടിരിക്കുകയാണ്. സോന.